ദീർഘിപ്പിക്കുകയൊന്നുമില്ല, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പ്രധാനമായിട്ടും പറഞ്ഞിട്ട് ഈ നോവൽ നിങ്ങളുടെ വായനയുടെ ഭാഗമായിട്ട് ഇതിനകം തന്നു കഴിഞ്ഞിട്ടുണ്ട് കരുതുന്നത്. അതിൻ്റെ സംഗ്രഹ രൂപത്തിലുള്ള പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ സംഗ്രഹമാണ് നിങ്ങളുടെ വായനാ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. പലരും അത് വായിച്ചിട്ടുണ്ടാവും, ഒറിജിനൽ തന്നെ വായിച്ച ആളുകളും ഇതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ആ പുസ്തകത്തെ മുൻനിർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പിൻവാങ്ങാം. ആമുഖ ഭാഷണത്തിൽ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഉറപ്പായിട്ടും അത് ഭയങ്കര വിരസമായിരിക്കും എന്നുള്ളതിനാൽ തന്നെ പാവങ്ങൾ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളുമായി പല നിലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നോവലാണ്. ഒരർത്ഥത്തിൽ അതിൻ്റെ വലുപ്പത്തിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് അതിനുള്ളൊരു ബന്ധം എന്താണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ്, അതിനെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാനിവിടെ മുതിരുന്നത്. 1862 ഏപ്രിൽ 3 ഫ്രഞ്ച് ഭാഷയിൽ ലാ മിറാബ്ലെ എന്ന ഈ നോവൽ പുറത്തു വരുന്നത്. 1862 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം പിന്നിടുന്നു. ഈ കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ് 1860 എന്നത്. 1856 ഗുസ്താവ് ഫ്ലേബറിന്റെ മദാം ബോവറി എന്ന് പറയുന്ന നോവൽ വരുന്നത്. അത് വിശ്വസാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട നോവലുകളിൽ ഒന്നാണ്. 1866 അതായത് പാവങ്ങൾ വന്ന് തൊട്ടു കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന നോവൽ പുറത്തു വരുന്നത്. 1880 ബ്രദേഴ്സ് കാരമസോവ് സഹോദരന്മാർ എന്ന് പറയുന്ന നോവൽ വരുന്നു. 1867 ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന നോവൽ വരുന്നത്. 1878 അന്നാ കരനീന. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില നോവലുകൾ മാത്രം എടുത്തു പറയാം. അന്നാ കരനീന, അല്ലെങ്കിൽ യുദ്ധവും സമാധാനവും, കാരമസോവ് സഹോദരന്മാർ, കുറ്റവും ശിക്ഷയും, ഗുസ്താവ് ഫ്ലേബറിന്റെ മദാം ബോവറി, ഇങ്ങനെ 5-6 നോവലുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ് 1855 മുതൽ 1875 വരെയുള്ള ഒരു 20 വർഷക്കാലം. അതായത് നോവൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സാഹിത്യ വിഭാഗത്തിലെ ഏറ്റവും ക്ലാസിക് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന കൃതികൾ, അന്നാ കരനീന പോലെയുള്ള, യുദ്ധവും സമാധാനവും പോലെയുള്ള എക്കാലത്തും മനുഷ്യരാശിയുടെ ആന്തരിക ധാർമ്മിക പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്ന ഇത്തരം മഹത്തായ കൃതികൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലാണ്. അതിനിടയിലാണ് ഈ പാവങ്ങൾ എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോയുടെ നോവൽ വരുന്നത്. പക്ഷെ അക്കാലത്തെ നോവലുകളെ കുറിച്ച് പഠിച്ച പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് നിരൂപകരെല്ലാവരും, അല്ലെങ്കിൽ യൂറോപ്യൻ നിരൂപകരെല്ലാവരും ദ സെഞ്ച്വറി ഓഫ് ദ നോവൽ എന്ന് നിസ്സംശയം വിശേഷിപ്പിച്ചത് ഈ പറയുന്ന ലേ മിറാബ്ലെ എന്ന നോവലിനെയാണ്. അന്നാ കരനീന പോലെയുള്ള, യുദ്ധവും സമാധാനവും പോലെയുള്ള, ബ്രദേഴ്സ് കാരമസോവ് പോലെയുള്ള നോവലുകൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പുറത്തു വന്ന ഈ നോവലിനെയാണ് ആ സെഞ്ച്വറിയുടെ, ആ നൂറ്റാണ്ടിന്റെ നോവൽ എന്ന് വിശേഷണം കിട്ടിയത് എന്നത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ നോവലിനെ 19ാം നൂറ്റാണ്ടിന്റെ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ദ നോവൽ ഓഫ് ദ സെഞ്ച്വറി. ഈ നോവൽ എഴുതപ്പെടുന്നത് 1862 അധികം വൈകാതെ അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഷേക്സ്പിയറിന് ശേഷം 5 ഭൂഖണ്ഡങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക രൂപമായിട്ട് ഇത് മാറി. ഷേക്സ്പിയറിന് ശേഷം 5 ഭൂഖണ്ഡങ്ങളിലേക്ക് ഇത് പടർന്നു എന്ന് പറയാം. അപ്പൊ ഇതിനെക്കുറിച്ച്, ഈ നോവലിനെ കുറിച്ചിട്ട് പിൽക്കാലത്ത് നൊബേൽ പ്രൈസ് ഒക്കെ ലഭിച്ച മരിയോ വർഗീസ് യോസെ എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ ടെംപ്റ്റേഷൻ ഓഫ് ദ ഇംപോസിബിൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മരിയോ വർഗീസ് യോസെ, അദ്ദേഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ 20ാം നൂറ്റാണ്ട് കണ്ട വലിയ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. പാവങ്ങൾ എന്ന് പറയുന്ന കൃതിയെ കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ദ ടെംപ്റ്റേഷൻ ഓഫ് ദ ഇംപോസിബിൾ. അതിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ആശയമുണ്ട്, ലേ മിറാബ്ലെ കൾച്ചറൽ സോൺ എന്ന് പറയും. ലേ മിറാബ്ലെ കൾച്ചറൽ സോൺ, പാവങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സാംസ്കാരിക ഭൂമണ്ഡലം. ഈ സാംസ്കാരിക ഭൂമണ്ഡലം 5 ഭൂഖണ്ഡങ്ങളിൽ ഒരുപോലെ പടർന്നു കിടന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് 1910-20 ആവുമ്പോഴേക്കും, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇത് 5 ഭൂഖണ്ഡങ്ങളിലേക്ക് പടർന്നു കയറിയ ഒന്നായിട്ട് ഈ സാംസ്കാരിക ഭൂമണ്ഡലം മാറുന്നുണ്ട് എന്ന് വിക്ടർ ഹ്യൂഗോ പറയുന്നു. 1925 നമ്മൾ അതിൽ കക്ഷി ചേരുന്നത്. എന്തായാലും ഇരിക്കട്ടെ, അതിബൃഹത്തായ ഒരു നോവലാണ് പാവങ്ങൾ എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു മലയാള വിവർത്തനം ഇന്ന് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച 2 വോള്യങ്ങളുള്ള പാവങ്ങളുടെ മലയാള വിവർത്തനം ഏകദേശം 1580 പേജുണ്ട്. 1600ഓളം പേജുകളുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ എഡിഷൻ, അത് മുമ്പ് മാതൃഭൂമി ചെയ്തതിൽ കുറച്ച് കുറവാണ്. ഇപ്പോഴത്തെ 1500-1600ഓളം പേജ് വരുന്ന ഒരു ബൃഹത്തായ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ഒരു സ്വഭാവം ഘടനാപരമായി ഭയങ്കര ഭദ്രാണ് ആ പുസ്തകം. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയാം. അതിൽ 5 ഭാഗങ്ങളായിട്ടാണ് പുസ്തകം തിരിച്ചിട്ടുള്ളത്.
5 ഭാഗങ്ങളിൽ വിവിധ അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 365 അധ്യായങ്ങളാണ് ഉണ്ടാവുക. 365 അധ്യായങ്ങൾ. അതായത് നമ്മൾ ഇന്ന് പാവങ്ങൾ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ അധ്യായം വായിക്കാൻ വിചാരിച്ചാൽ അടുത്ത വർഷം ഇന്നാണ് അത് തീരുക. ഈ നിലയിൽ ഘടനാപരമായി ക്രമീകരിക്കപ്പെട്ട ഭദ്രതയുള്ള ഒരു നോവലാണ്. അതേസമയം തന്നെ ഈ നോവലിന്റെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടനാപരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, പക്ഷെ രൂപപരമായി അത് വളരെ അയഞ്ഞതാണ്. എന്ന് വെച്ചാൽ അതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമൂഹത്തിനും ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇവിടെ ഈ സ്വാഗത പ്രാസംഗികം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അത് നാടകമായിട്ട് കുട്ടികൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് യോസെ പറയുന്നത് സബ് ടെക്സ്റ്റുകളായിട്ടാണ് ഇത് പ്രവർത്തിക്കുക, ഉപപാഠങ്ങളായിട്ടാണ് ഈ പുസ്തകം പ്രവർത്തിക്കുക, അല്ലാതെ അത് മുഴുവനായിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ സംഗ്രഹമാണ് വന്നത് എന്നുള്ളതിനെ ഒരർത്ഥത്തിലൊരു സന്തോഷം കൂടിയാണ്. കാരണം ഈ നോവൽ പൂർണ്ണമായിട്ട് വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്താ പറയാ, നമുക്ക് നിങ്ങളോട് ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, നോവൽ വായിക്കാവുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അക്ലിഷ്ടമായൊരു ഭാഷയാണ്, പിന്നെ അതിവിവരണാത്മകമാണ്. അതെന്തൊക്കെ ഞാൻ പറയാം. അപ്പം ഇങ്ങനെ ചില സമയത്ത് നമ്മളങ്ങനെ മടുപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിലേക്കും ഒറിജിനൽ വായിക്കാന്ന് പറഞ്ഞു. ഒറിജിനൽ വായിച്ചിട്ടാണോ പാവങ്ങളുമായിട്ട് നമ്മൾ പരിചിതമായത്? ഒരിക്കലുമല്ല. ഒറിജിനൽ വായിച്ചിട്ടല്ല, മറിച്ച് ഈ ഒറിജിനലിൽ നിന്ന് വരുന്ന ചില മൊമെന്റ്സിനെ സബ് ടെക്സ്റ്റുകളായിട്ട് ഓരോ സമൂഹവും സ്വീകരിക്കും. ഇപ്പൊ തമിഴില് ഈ നോവൽ ആദ്യമായിട്ട് വരുന്നത് സിനിമയായിട്ടാണ്. ഈ പാവങ്ങളുടെ അഡാപ്റ്റേഷൻ സിനിമ ഇന്ത്യൻ ഭാഷകളിൽ ആദ്യം വരുന്നത് പാവങ്ങളിലാണ്. ഏഴை പാടും പാടൽ എന്നാണ് ആ സിനിമയുടെ പേര്. 1952 ഈ സിനിമ തമിഴിൽ വരുന്നത്. അപ്പൊ തമിഴിൽ ഇത് സിനിമയായിട്ട് വരുന്നു, ഹിന്ദിയിലും മറാത്തിയിലൊക്കെ സംഗ്രഹ രൂപത്തിൽ വരുന്നു, മലയാളത്തിലാണ് കമ്പോട് കമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പുസ്തകമായിട്ട് പാവങ്ങൾ വരുന്നത്. ഇങ്ങനെ പല സമൂഹങ്ങൾ, പല യൂറോപ്യൻ സമൂഹങ്ങളിൽ ഇത് ഒപ്പേറകളായിട്ട്, മ്യൂസിക് ഒപ്പേറകളായിട്ട് വരുന്നുണ്ട്. മലയാളത്തിൽ പലപ്പോഴും കഥാപ്രസംഗങ്ങളായിട്ട്, യുവജനോത്സവ നാടകങ്ങളായിട്ട് ഒക്കെ പല നിലയിലാണ് ഇത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് ഓർക്കണം. അതുകൊണ്ട് ഇതിന് രൂപപരമായ ഒരു അയവുണ്ട്, ഘടനാപരമായിട്ട് ഭയങ്കര ഭദ്രതയുണ്ട്. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഈ നോവലിനുണ്ട് എന്നുള്ളത് ഒരു ആമുഖത്തിൽ വെക്കണം. എന്തായാലും ഘടനാപരമായി ഇത്ര ഭദ്രമായിരിക്കുന്ന 1600 പേജോളം ഉള്ള ഈ നോവലിന്റെ ആമുഖമായിട്ട് വിക്ടർ ഹ്യൂഗോ ഒറ്റ വാചകം മാത്രമേ എഴുതി ചേർത്തിട്ടുള്ളൂ എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1600 പേജുള്ള തന്റെ നോവലിന് ഒറ്റ വാചകം മാത്രമാണ് അദ്ദേഹം ആമുഖം എഴുതിയിട്ടുള്ളത്. ആ ആമുഖം ഞാനൊന്ന് വായിക്കാം. ആമുഖത്തിൽ നിന്ന് വേണം നമുക്ക് ഈ നോവലിലേക്ക് കടക്കാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആമുഖം ഒന്ന് വായിക്കട്ടെ. ആമുഖത്തിന് നാലപ്പാട്ട് നാരായണമേനോൻ കൊടുത്ത വിവർത്തനാണ്. അതേപടിയാണ് നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഡൈനാമിക് ഇക്വലൻസ് ഒക്കെയാണ് സാങ്കേതികമായിട്ട് പറയാം. കമ്പോട് കമ്പ് വിവർത്തനം ചെയ്യാം. യുഗ എഴുതുന്നു, മുഖവുര: നിയമത്തിന്റെയും ആചാരത്തിന്റെയും ബലത്തിന്മേൽ ഭൂമിയിലെ പരിഷ്കാരത്തിന് നടുക്ക് നരകങ്ങളെ ഉണ്ടാക്കി വെച്ചുകൊണ്ടും മനുഷ്യകർമ്മത്തെ വിധിയോട് കൂട്ടിച്ചേർത്തുകൊണ്ടും സമുദായത്താൽ കൽപ്പിക്കപ്പെടുന്ന തീവ്ര ശിക്ഷാവിധികൾ എത്രകാലം നിലനിൽക്കുന്നുവോ. പുരുഷാന്തരത്തിലെ 3 വൈഷമ്യങ്ങൾ, ഇതാണ് ഇതിന്റെ കോറായിട്ടുള്ള പ്രശ്നം. പുരുഷാന്തരത്തിലെ 3 വൈഷമ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബിഗ് പ്രോബ്ലംസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ കണ്ടിട്ടുള്ളത്. ഈ മനുഷ്യവംശത്തിലെ 3 പ്രധാന പ്രശ്നങ്ങൾ, അത് എത്ര കാലം നിലനിൽക്കും അത്രത്തോളം ഈ നോവൽ നിൽക്കുന്ന ഈ 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പുരുഷാന്തരത്തിലെ 3 വൈഷമ്യങ്ങൾ അത് അദ്ദേഹം വിശദീകരിക്കുന്നു. പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യത്താലുള്ള അധപ്പതനം, സ്ത്രീകൾക്ക് വിശപ്പ് കാരണം ഉണ്ടാകുന്ന മാനഹാനി, കുട്ടികൾക്ക് അറിവില്ലായ്മയാൽ നേരിടുന്ന വളർച്ചക്കേട്, ഇവ എത്ര കാലം തീരാതെ കിടക്കുന്നുവോ. ലോകത്തിന്റെ ഏതു ഭാഗത്തെങ്കിലും സാമുദായികമായ വീർപ്പടങ്ങൾ പിടിപെടാൻ എത്ര കാലം വഴിയുണ്ടോ. മറ്റൊരു വിധത്തിൽ കുറെ കൂടി വ്യാപ്തിയുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭൂമിയിൽ എത്ര കാലം അജ്ഞാനവും ദാരിദ്ര്യവും ഉണ്ടോ അത്ര കാലം പാവങ്ങൾ പോലെയുള്ള പുസ്തകങ്ങൾ ഒരിക്കലും പ്രയോജനപ്പെടാതെ വരാൻ നിവൃത്തിയില്ല. ഇങ്ങനെ ഒരൊറ്റ വാചകമാണ്. 3 പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നോവൽ വായിക്കപ്പെടും. ഈ പ്രശ്നങ്ങൾ അവസാനിച്ച ഈ നോവൽ തീരും ചെയ്യുന്നുള്ളതാണ് അദ്ദേഹം ഒരു അർത്ഥത്തിൽ അർത്ഥാക്കുന്നത്. അതുകൊണ്ട് ഈ നോവൽ വായിക്കപ്പെടാത്ത പോകുന്ന ഒരു കാലത്തെയാണ് വിക്ടർ ഹ്യൂഗോ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. 3 പ്രശ്നങ്ങൾ നിൽക്കുന്നിടത്തോളം ഈ നോവൽ വായിക്കപ്പെടും. ആ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതോടുകൂടി ഈ നോവൽ അവസാനിക്കുകയും ചെയ്യും. ഈ 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് പുരുഷന്മാർക്ക് വമ്പിച്ച ദാരിദ്ര്യത്താലുള്ള അധപ്പതനം, വിശപ്പുണ്ടാവുന്നിടത്തോളം കാലം ഈ നോവൽ വായിക്കപ്പെടും.
സ്ത്രീകൾക്ക് വിശപ്പ് കാരണം ഉണ്ടാകുന്ന മാനഹാനി, എത്ര കാലം ദാരിദ്ര്യം മൂലം സ്ത്രീകൾക്ക് സ്വന്തം ശരീരം വിൽക്കേണ്ടി വരുന്നുവോ അതുവരെ ഈ നോവൽ നിലനിൽക്കും. എത്ര കാലം കുട്ടികൾക്ക് അറിവില്ലായ്മയിൽ നേരിടുന്ന വളർച്ചകേട് ഉണ്ടാകുന്നുവോ, എത്ര കാലം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ശരിയായ നിലയിൽ വിദ്യാഭ്യാസം കിട്ടാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവോ അതുവരെ ഈ നോവൽ വായിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ആമുഖത്തിൽ നിന്നാണ്, അസാധാരണമായ ഒരു വാചകത്തിൽ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. എന്താണ് അതിന്റെ പ്രാധാന്യം എന്നുള്ളതിലേക്ക് ഞാൻ കടന്നു വരാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും മനുഷ്യാവസ്ഥയുടെ ദാരുണമായ ദൃശ്യങ്ങളിലേക്ക് തുറന്നു വെച്ച ഒരു കണ്ണാടിയായിട്ട് ഈ നോവല് 1862 വരുന്നു. 1925 ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹം 1916 മുതലെങ്കിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പണി തുടങ്ങിയിട്ടുണ്ടെന്ന് കരുതാവുന്നതാണ്. ആമുഖ ഭാഷ സ്വാഗത പ്രാസംഗികം പറഞ്ഞു. വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു പിന്തുണ കൂടി അദ്ദേഹത്തിന് ഈ വിവർത്തനത്തിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. വാസ്തവത്തിൽ 3 മഹാകവികൾ ചേർന്നാണ്, അല്ലെങ്കിൽ 2 മഹാകവികൾ ചേർന്നാണ് പാവങ്ങൾ പോലെയുള്ള വലിയ നോവൽ നമുക്ക് തന്നത് എന്ന് നിസ്സംശയം പറയാം. നാലപ്പാട്ട് നാരായണ മേനോനും വള്ളത്തോൾ നാരായണ മേനോനും. വള്ളത്തോളിന്റെ ഒരു പിന്തുണ വലിയ നിലയിൽ നാലപ്പാട്ടിന് വേണ്ടി ഇതിനുണ്ടായിരുന്നു. അത് വള്ളത്തോളിന് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ നാലപ്പാട്ട് നാരായണ മേനോൻ ചെയ്തത്. നിങ്ങൾക്കറിയാം, വള്ളത്തോളിന് ചെവി കേൾക്കുമായിരുന്നില്ല. അതുകൊണ്ട് നാലപ്പാട്ട് നാരായണ മേനോനാണ് വള്ളത്തോളുമായിട്ട് ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക. സംസാരിക്കാന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ എഴുതി കാണിക്കാൻ അത്ര ചെയ്യുക. കയ്യിൽ ഇങ്ങനെ അതിവേഗതയിൽ എഴുതി കാണിക്കും. അപ്പൊ അത് വളരെ പെട്ടെന്ന് മഹാകവിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ കയ്യിൽ എഴുതി കാണിക്കുന്ന ഒരു തരം ഒരു വിനിമയ രീതി ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. വള്ളത്തോളിന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അദ്ദേഹം ആകെ മലയാളവും സംസ്കൃതവും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് അദ്ദേഹം ഒരു പരിമിതിയായിട്ട് എപ്പോഴും കൊണ്ടടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ ഈ ലേ മിറാബിലെ എന്നുള്ള വിക്ടർ ഹ്യൂഗോയുടെ നോവൽ വായിക്കുകയും അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കുകയും എല്ലാ ദിവസവും ഇത് വള്ളത്തോളുമായിട്ട് ഇതിന്റെ കഥകൾ സംസാരിക്കുകയും ചെയ്തതിന്റെ തുടർച്ചയിൽ വള്ളത്തോളാണ് ഇതൊന്ന് വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നാലപ്പാടിനെ നിരന്തരമായിട്ട് നിർബന്ധിക്കുന്നത്. അങ്ങനെയാണ് നാലപ്പാടിനെ ഇത് വിവർത്തനം ചെയ്ത് തുടങ്ങുന്നത്. 1916 പണി തുടങ്ങുന്നുണ്ട്. നാലപ്പാടിന്റെ വിവർത്തനത്തിൽ വള്ളത്തോള് തെറ്റിദ്ധരുത്തി കൊടുത്തിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. ഇപ്പൊ തായാട്ട് ശങ്കരൻ അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. എന്നാലും വള്ളത്തോളിന് ഒരു പങ്കുണ്ട്, ഈ ചെയ്യുന്നതിൽ പങ്കുണ്ട് എന്നുള്ളതിൽ നിസ്സംശയമായിട്ട് പറയാം. എന്തായാലും 1924 ഇതിന്റെ വിവർത്തനം നാലപ്പാട്ട് നാരായണനെ പൂർത്തീകരിച്ചു. വിവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ അവർ നേരിട്ട് ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ അന്ന് മലയാളത്തിൽ ആരും സന്നദ്ധരല്ല. അന്ന് ഈ പറയുന്ന പോലെ വലിയ പ്രസാധകരൊന്നുമില്ല, ചെറിയ ചെറിയ പ്രസാധകർ മാത്രമേ ഉള്ളൂ. ഈ 1600 പേജുള്ള ഒരു ബൃഹത്ത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ മുടക്കത്തിൽ തിരിച്ചോട്ടുന്ന യാതൊരു ഉറപ്പുമില്ല. അപ്പൊ ഈ മറ്റെന്താ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ ഒക്കെ ആണെങ്കിൽ പിന്നെ വിൽക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നോവൽ വിൽക്കാൻ പറ്റുമോ? യാതൊരു ഉറപ്പില്ല. ആരും അതിന് തയ്യാറായില്ല എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരിലുള്ള മംഗളോദയം പ്രസ്സുകാരാണ് തയ്യാറാവുന്നതിന് മുമ്പിൽ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തോൾ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ എഴുതിയ എൻ്റെ മുഴുവൻ കവിതകളുടെ റോയൽറ്റികൾ എടുത്തോ, ജാമ്യം നിൽക്കുകയാണ്. ഞാൻ ഇതുവരെ എഴുതിയ മഹാകവി വള്ളത്തോൾ 1925 അന്ന് വള്ളത്തോൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ കവിയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം മംഗളോദയത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു ജാമ്യം വെക്കുന്നു, ഞാൻ ഇതുവരെ എഴുതിയ മുഴുവൻ കവിതകളുടെയും റോയൽറ്റി നിങ്ങൾക്ക് തന്നേക്കാം, നിങ്ങൾ എന്ത് ചെയ്താൽ ഇത് പ്രസിദ്ധീകരിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് എപ്പോഴെങ്കിലും പണം കിട്ടുകയാണെങ്കിൽ മാത്രം എൻ്റെ റോയൽറ്റി തിരിച്ചു തന്നാൽ മതി. ഈ ഒരു ജാമ്യത്തിന്റെ പുറത്ത് താൻ ഇതുവരെ എഴുതിയതിനേക്കാളും ഒക്കെ എത്രയോ മഹത്തായ ഒരു നോവലാണിത് എന്ന് വള്ളത്തോളിന് ഒരു ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം. എന്തായാലും ഇങ്ങനെയാണ് ഈ നോവൽ മംഗളോദയം 1925 ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്ത് വലിയ നിലയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്തിനാണ് ഈ നിലയിലുള്ള ഒരു നോവൽ എന്ന് മാത്രമല്ല, അതിന്റെ ശൈലിയെ സംബന്ധിച്ചിട്ടൊക്കെ ഭയങ്കര തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കുക എന്നുള്ളത് പാവങ്ങളുടെ ഒരു ശൈലിയാണ്. അപ്പൊ അതൊക്കെ വലിയ നിലയിൽ വിമർശിക്കപ്പെട്ടു. ഇതൊക്കെ മലയാളമാണോ? മനുഷ്യർക്ക് മനസ്സിലാകുന്ന മലയാളത്തിലുള്ള നോവലുകളല്ല വേണ്ടത്, ഇതൊന്നും മലയാളമല്ല എന്നൊക്കെയുള്ള ശൈലി ഭംഗത്തെ കുറിച്ചിട്ടൊക്കെയുള്ള വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പതുക്കെ അത് മലയാളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് പതുക്കെ ചുവടുവെച്ച് വന്നു. വള്ളത്തോൾ അതിനെ കുറിച്ച് പറഞ്ഞു, കർക്കിടക മാസത്തിൽ രാമായണത്തിന് പകരം വിളക്ക് കൊളുത്തി വെച്ച് വായിക്കേണ്ട നോവലാണ് പാവങ്ങൾ എന്ന വള്ളത്തോളിന്റെ നിരീക്ഷണം പിന്നീട് കുട്ടികൃഷ്ണമാരാർ ആവർത്തിച്ചു. മലയാളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് പതുക്കെ ഈ നോവൽ ചുവടുവെച്ച് വന്നു. 1940 ആവുന്നതോടുകൂടി ഈ നോവൽ വലിയ നിലയിൽ വായിക്കും. ഇതിന്റെ റീഡിംഗ് ഹിസ്റ്ററി വാസ്തവത്തിൽ പഠിക്കേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ കയ്യിൽ ഇതിന്റെ ഒരു വിവരമില്ല എന്നുള്ളതാണ്. റീഡിംഗ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, അത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല, ഒരാൾ പറഞ്ഞത് ഈ ലൗഡർ റീഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ബീഡി തൊഴിലാളികളുടെ ഇടയിലുള്ള വായനയെ കുറിച്ചിട്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. ഒരാൾ
ഉറക്ക വായിക്കുക, ബാക്കിയുള്ളവർ കേട്ടിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ആലപ്പുഴ ഭാഗങ്ങളിൽ ചകിരി പിരിക്കുന്ന തൊഴിലാളികൾക്കിടയിൽ ലൗഡർ റീഡിങ്ങിന് വേണ്ടിയിട്ട് പുസ്തകം ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് എസ്.കെ. വസന്ത മാഷ് ഒരിക്കൽ ഞാൻ സ്വകാര്യമായിട്ട് പറയേണ്ട ഒരു സ്വകാര്യ സംഭാഷണത്തിൽ. വസ്തുത എനിക്കറിയില്ല, വാസ്തവങ്ങൾ അറിയില്ല, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നോവൽ വായിക്കപ്പെടുന്നു, ഉച്ചത്തിൽ വായിക്കപ്പെടുന്നു. 40കൾ വായുന്നതോട് കൂടിയിട്ട് മലയാളത്തിന്റെ വായനാ ചരിത്രത്തിലേക്ക് ഈ നോവൽ പങ്കുചേരുക കൂടി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇരിക്കട്ടെ, എന്താണ് ഈ നോവൽ നമ്മളെ എത്രമേൽ ആകർഷിച്ചത്, എന്തുകൊണ്ടാണ് ഈ നോവലിലേക്ക് നമ്മൾ എത്ര പേർ ചെന്ന് ചേർന്നത് എന്നിടത്താണ് ഞാൻ ഈ പറഞ്ഞ ആമുഖത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. നോവൽ 1930കളിലെ കേരളത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുമായിട്ടും അക്കാലത്തെ നമ്മുടെ ഒരു രാഷ്ട്രീയ വീക്ഷണവുമായിട്ടും പല നിലയിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു നോവൽ കൂടിയായിരുന്നു പാവങ്ങൾ എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവുക. എന്തായാലും നോവലിലേക്ക് വന്നാൽ, ഈ നോവൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മ വല്ലാണ്ട് മടുപ്പിക്കും. ഒറിജിനലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മ വല്ലാണ്ട് മടുപ്പിക്കും. സംഗ്രഹമല്ല, കഥയല്ല, മറിച്ച് ഇതിന്റെ വിവരണം ഭയങ്കരമായിട്ട് മടുപ്പിക്കുന്ന ഒരു വിവരണ സ്വഭാവം. അപ്പൊ ആദ്യത്തെ വാചകം നോവൽ തുടങ്ങാൻ, ഒരു നോവൽ തുടങ്ങുമ്പോൾ വലിയ നോവലുകളൊക്കെ, ക്ലാസിക് നോവലുകളൊക്കെ പറയാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വാചകം വളരെ പ്രധാനമാണ് എന്ന് പറയാറുണ്ട്. ക്ലാസിക് നോവലുകളുടെ ആദ്യത്തെ വാചകം അതൊരു ഹുക്കാണ് എന്നൊക്കെ പറയും. ഈ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എഴുതുന്ന ആളുകളൊക്കെ പറയും ആദ്യ വാചകം എഴുതാൻ വേണ്ടിയിട്ടാണ് വർഷങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം കാത്തിരിക്കാറ്. കാരണം ആദ്യ വാചകം എന്നതൊരു ഹുക്കാണ്. അതിൽ പിടിച്ചു വലിച്ചും കിട്ടണം ഉള്ളിലേക്ക്, എങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ കുടുങ്ങുള്ളൂ. ഈ ആദ്യ വാചകം, വലിയ നോവലുകളുടെ ആദ്യ വാചകം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ 100 Years of Solitude ഉണ്ടല്ലോ, ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അപ്പൊ അത് തുടങ്ങുന്നത് വളരെ കൗതുകകരമായ നിലയിലാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഫയറിംഗ് സ്ക്വാഡിനെ നേരിടുമ്പോൾ കേണൽ അരീലിയാനോ ബുവേന്തിയ ചെറുപ്പത്തിൽ അച്ഛൻ തന്നെ മഞ്ഞുകട്ട കാണിക്കാൻ കൊണ്ടുപോയത് ഓർത്തു എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നത്. ഭൂതം, വർത്തമാനം, ഭാവി, ഇത് മൂന്നും ഒരൊറ്റ വാചകത്തിൽ വരിക. അസാധാരണമായ നിലയിലുള്ള ഒരു കെട്ടിണ്ടാക്കല. 3 കാലവും ഒരേ വാചകത്തിൽ വരുന്ന നിലയിലാണ് ആ മെനി ഇയേഴ്സ് ലേറ്റർ എന്ന് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അന്നാകരണീന ആരംഭിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓൾ ഹാപ്പി ഫാമിലി ആർ അലൈക്ക്, ബട്ട് എവറി അൺഹാപ്പി ഫാമിലി ഈസ് അൺഹാപ്പി ഇൻ ഇറ്റ്സ് ഓൺ വേ. സന്തുഷ്ടകരമായ എല്ലാ കുടുംബവും ഒരുപോലെയാണ്, പക്ഷെ അസന്തുഷ്ടി നിറഞ്ഞ ഓരോ കുടുംബവും അസന്തുഷ്ടി നിറഞ്ഞതാണ് അതാതിന്റെ വഴികളിൽ എന്ന് പറയുന്ന. അപ്പൊ അതോടുകൂടി തന്നെ നമ്മൾ അതിനുള്ളിൽ പെട്ടു. വളരെ അസാധാരണമായ, ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ഒരു ഹുക്കാണ് ആദ്യ വാചകം. പാവങ്ങളുടെ ആദ്യ വാചകം ഞാൻ വായിക്കാം. അതിനകത്തൊന്നുമില്ല, വളരെ വിവരണാത്മകമായിട്ടുള്ള ഒരു ഉപന്യാസമോ പത്രവാർത്തയൊക്കെ വായിക്കുന്ന പോലെ തുടങ്ങുന്ന ആ നോവല്. ക്രിസ്തുബ്ദം 1815 മൊസ്യൂ ഷാൾ ഫ്രാൻസ്വാ ബിയാങ് വെന്യൂ മിറിയൽ ആയിരുന്നു ഡിയിലെ മെത്രാൻ. അന്ന് അദ്ദേഹം ഏകദേശം 75 വയസ്സുള്ള ഒരു വൃദ്ധനാണ്. 1806 മുതൽക്ക് അദ്ദേഹം ഡിയിലെ ഇടവക ഭരണം കയ്യേറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന വളരെ ഫ്ലാറ്റ് എന്ന് പറയാം, അതിനകത്തൊന്നുമില്ല, ഫ്ലാറ്റായ വിവരണാത്മകമായ ഒരു തരം ഉപന്യാസമൊക്കെ വായിക്കുന്ന, പത്രവാർത്തയൊക്കെ വായിക്കുന്ന പോലെയുള്ള ഒരു വാചകത്തിൽ നിന്നാണ് ഋജുവും ലളിതവും വിവരണാത്മകവുമായ ഒരു ഭാഷ. എന്ന് മാത്രമല്ല, ഡിയിലെ മെത്രാൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഈ കഥാപാത്രം ഈ നോവലിൽ ആമുഖത്തിൽ അല്പ സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹം നോവലിൽ ഇല്ല. അദ്ദേഹം മരിച്ചു പോവാണ് ചെയ്യുന്നത്. അധികം വൈകാതെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പോയി വേറെ വഴിക്ക് നോവൽ പോകുന്നു. കുറെ കഴിയുമ്പോഴാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി ഈ നായക കഥാപാത്രം അറിയുന്നു. അതോടുകൂടി ഡിയിലെ മെത്രാന്റെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ ഈ നോവലിൽ അവസാനിക്കുന്നു. പക്ഷെ പരോക്ഷമായിട്ട് ഈ നോവലിൽ ഡിയിലെ മെത്രാന്റെ സാന്നിധ്യം അവസാനിക്കുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. എന്തായാലും ആമുഖവാചകം എന്ന് പറയുന്ന ഈ നോവലിന്റെ ഒരു സ്വഭാവമാണ്. അത് വളരെ വിവരണാത്മകമായിട്ടുള്ള ഒരു നോവലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് വാട്ടർലൂ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ പേജുകൾ ഇങ്ങനെ എഴുതി നിറച്ചിരിക്കുകയാണ്. ഒരു 100-120 പേജ് വാട്ടർലൂ യുദ്ധത്തെ കുറിച്ചിട്ടാണ്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും വിവരങ്ങളൊക്കെ ചേർത്ത്, അല്ലെങ്കിൽ പാരീസിലെ അഴുക്കുചാലുകൾ എന്ന് പറഞ്ഞിട്ട് പാരീസിലെ അഴുക്കുചാലുകളെ വിവരിക്കുമ്പോൾ, അഴുക്കുചാലുകൾ പാരീസ് നഗരത്തിന്റെ അടിയിലൂടെയുള്ള അഴുക്കുചാലുകൾ വിവരിക്കുമ്പോൾ 10-70 പേജാണ് പാരീസിലെ അഴുക്കുചാലുകളെ കുറിച്ച്. ഇതെങ്ങനെ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വായിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിലേക്ക് ഞാൻ വരാട്ടോ. അങ്ങനെ ഒരുതരം വിവരണാത്മകമായ സ്വഭാവമുള്ള, വേണമെങ്കിൽ മടുപ്പിക്കുന്ന നിലയിലുള്ള സ്വഭാവം ഇതിനകത്തുണ്ട്. പക്ഷെ മനുഷ്യർ ഇതെന്തുകൊണ്ട് ആകർഷിച്ചു, അല്ലെങ്കിൽ മനുഷ്യർ എന്തുകൊണ്ട് ഇതിലേക്ക്, പ്രത്യേകിച്ചും നമ്മെ പോലെ സമൂഹം ഇതിലേക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് പറയാൻ പറ്റുക, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കഥയല്ല, ഒരു ഇതിവൃത്തമല്ല, പല ഇതിവൃത്തങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് പോലെ ഒരു മുൻ കുറ്റവാളിയുടെ കഥയാണ് പാവങ്ങൾ എന്നുള്ളതാണ്. ഒരു മുൻ കുറ്റവാളിയുടെ കഥയാണ്. അയാളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന അയാളുടെ ജീവിതത്തിന്റെ ധാർമ്മികമായ പ്രതിസന്ധികളും ഒക്കെയാണ് ഈ നോവലിന്റെ പ്രാഥമികമായ ഇതിവൃത്തം. ഇരിക്കട്ടെ, അതൊരു ഭാഗം.